ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2016 നടന്ന പോലീസ് കോൺസ്റ്റബിളിലേക്ക് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 85/2016 എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2/7/2016 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ്? അതായത് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം എന്ന് പറയുന്നത് ശുക്രനാണ്. ശുക്രനാണ് ഭൂമിയുടെ ഇരട്ട ഗ്രഹം എന്നറിയപ്പെടുന്നത്. 42ാമത്തെ ചോദ്യം, പെട്രോളിന്റെ ഖരരൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി അസ്ഫാൾട്ട് ആണ്. അസ്ഫാൾട്ട് ആണ് പെട്രോളിയത്തിന്റെ ഖരരൂപം എന്ന് പറയുന്നത്. 43ാമത്തെ ചോദ്യം, സ്ഥിരമായി PSCയുടെ ചോദ്യമാണിത്. അജിനോമോട്ടോ എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി മോണോസോഡിയം ഗ്ലൂട്ടോമേറ്റ് ആണ്. മോണോസോഡിയം ഗ്ലൂട്ടോമേറ്റ് ആണ് അജിനോമോട്ടോയുടെ രാസവസ്തു എന്ന് പറയുന്നത്. രാസവസ്തു എന്നറിയപ്പെടുന്നതാണ് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. 44ാമത്തെ ചോദ്യം, വവ്വാൽ ഇര പിടിക്കുന്നത് ഏത് തരം ശബ്ദം ഉപയോഗിച്ചിട്ടാണ്? വവ്വാൽ ഇര പിടിക്കുന്നത് ഏത് ശബ്ദം ഉപയോഗിച്ചിട്ടാണെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ എ അൾട്രാസോണിക് ശബ്ദമാണ്. അൾട്രാസോണിക് ശബ്ദം ഉപയോഗിച്ചിട്ടാണ് വവ്വാൽ ഇര പിടിക്കുന്നത്. 45ാമത്തെ ചോദ്യം, ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥിയാണ് ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത്. 46ാമത്തെ ചോദ്യം, താഴെ പറയുന്ന രോഗങ്ങളിൽ വൈറസ് മൂലമല്ലാത്ത രോഗം ഏതാണ്? വൈറസ് മൂലമല്ലാത്ത രോഗം ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ടെറ്റനസ് ആണ്. ടെറ്റനസ് ആണ് ഇതിൽ വൈറസ് രോഗം അല്ലാത്തത്. 47, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ജീവകം കെ. ജീവകം കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം എന്ന് പറയുന്നത്. 48, ഹെവിയ ബ്രസീലിയൻസിസ് എന്നത് എന്തിന്റെ ശാസ്ത്രീയ നാമമാണ്? ആൻസർ ഓപ്ഷൻ ഡി റബ്ബർ. റബ്ബറിന്റെ ശാസ്ത്രീയ നാമമാണ് ഹെവിയ ബ്രസീലിയൻസിസ് എന്ന് പറയുന്നത്. 49, എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി? എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി എന്ന് ചോദിച്ചാൽ മത്സ്യത്തെ കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി എന്ന് പറയുന്നത്. 50ാമത്തെ ചോദ്യം, മാർബിളിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് ആണ്, അത് ചെറിയ മിസ്റ്റേക്ക് പറ്റിയത്. കാൽസ്യം കാർബണേറ്റ് ആണ് മാർബിളിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. ഇനി 51ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഏത് രാജ്യവുമായി സഹകരിച്ചാണ് ഇന്ത്യ ചാന്ദ്രയാൻ 2 വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്? ഏത് രാജ്യവുമായിട്ടാണെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ഡി റഷ്യയാണ്. റഷ്യയുമായി കൂടി ചേർന്നാണ് ചാന്ദ്രയാൻ 2 വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്. 52, ഇത് സയൻസുമായി ബന്ധപ്പെട്ടല്ല, ഇതിൽ വന്നൊരു ചോദ്യമായതുകൊണ്ട് പറയാണ്. മികച്ച ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി 2005 തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്തെയാണ്? ആൻസർ ഓപ്ഷൻ എ കേരളം. ഇത് സയൻസ് എന്ന് വന്നല്ല, ദാ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിന്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം പറയുന്നതാണ്. നിങ്ങൾ അത് നോട്ട് ചെയ്യണമെന്നില്ല. 53ാമത്തെ ചോദ്യം, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 2010. 2010ലാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ നിലവിൽ വന്നത്. 54ാമത്തെ ചോദ്യം, പെന്റാവാലന്റ് വാക്സിനേഷനുമായി ബന്ധമില്ലാത്ത രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ക്ഷയം. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. പെന്റാവാലന്റ് വാക്സിനേഷനുമായി ബന്ധമില്ലാത്ത രോഗം ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ക്ഷയം. 55, ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശാഖ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശാഖ സ്ഥിതി ചെയ്യുന്നത്. 56, കേരളത്തിന് പിറകെ എൻഡോസൾഫാൻ നിരോധിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കർണാടക. കേരളത്തിന് പുറമെ എൻഡോസൾഫാൻ നിരോധിച്ച സംസ്ഥാനമാണ് കർണാടക. 57, പഴങ്ങൾ പഴുപ്പിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഹോർമോൺ ഏതാണ്? ഏതാണ് ഹോർമോൺ എന്നാണ് ചോദിച്ചിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി എത്തിലീനാണ്. എത്തിലീനാണ് പഴങ്ങൾ പഴുപ്പിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത്.
ഇനി 58ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ജാർഖണ്ഡ് ആണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ മറ്റ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ലാസ്റ്റത്തെ 58ാമത്തെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ 52ാമത്തെ ക്വസ്റ്റ്യനും ഒഴിവാക്കി ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറിയാത്തത് നോക്കി പഠിക്കുക. അതേപോലെ അതിനുശേഷം നിങ്ങളുടെ മാർക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇത് പോലീസ് കോൺസ്റ്റബിൾ നടന്നുകൊണ്ട് തന്നെ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കില്ല. മാക്സിമം 10 12 ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ളൂ. അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ മാർക്ക് കമന്റായി രേഖപ്പെടുത്തുക. കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എഴുതിയെടുക്കണം. അറിയാത്ത ചോദ്യങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കുക കൂടി ചെയ്യുക. അതിനുവേണ്ടി ഞാനത് മാർക്ക് ചെയ്യുന്നതിന് കാരണം കൂടി അതാണ്. ഈ ചോദ്യം നിങ്ങൾ കൃത്യമായി പഠിക്കണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. 2016 നടന്നതാണ്. പക്ഷെ ഈ ചോദ്യം ഈ വരുന്ന പ്രിലിംസ് എക്സാമിന് കൂടി ഉപയോഗപ്പെടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.